വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ 6. അങ്ങനെ ലാലേട്ടന്റെ ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ലാലേട്ടന്റെ ബർത്ത്ഡേ ആയിട്ട് രഞ്ജിനി ഹരിദാസ് ആയിരുന്നു ആങ്കർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദെൻ വിജയ് യേശുദാസ് വന്ന് പാട്ടൊക്കെ പാടി, പഴയ 2-3 പാട്ടുകളൊക്കെ പാടി. ആൻഡ് ലാലേട്ടൻ അതിന്റെ ഒരു ഓർമ്മകളായിട്ട് അതിന്റെ കുറച്ച് ഇങ്ങനെ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ ഹെഡായ മിസ്റ്റർ കൃഷ്ണൻകുട്ടി ആൻഡ് ഏഷ്യനെറ്റ് മൂവീസിന്റെ ഹെഡായ കിഷാൻ, അവർ രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ദേ വിഷ്ഡ് ലാലേട്ടൻ അവർക്കൊരു ചെറിയ ഗിഫ്റ്റ് മാലയും സാൽവയൊക്കെ കൊടുത്ത് കേക്ക് കട്ടിങ് കഴിഞ്ഞതും വീട്ടിനകത്ത് എല്ലാവരും ലാലേട്ടന്റെ ടീഷർട്ട് ഇട്ടിട്ട്, ലാലേട്ടന്റെ ഫേസ് പ്രിന്റ് ചെയ്തിട്ടുള്ള ടീഷർട്ട് ഇട്ടിട്ട് എല്ലാവരും ലാലേട്ടന് വേണ്ടി ബർത്ത്ഡേ വിഷസും ഡാൻസും ആൻഡ് ദെൻ ലാലേട്ടന്റെ മൂവീസും ഒക്കെ ഓർമ്മകളായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വീട്ടുകാരുടെ ഒരു കോൺട്രിബ്യൂഷൻ വാസ് നൈസ്. എല്ലാവരും ഡാൻസ് കളിച്ചു, എല്ലാവരും ഓരോരോ മൂവീസ് പറഞ്ഞ് അതിന്റെ ഓർമ്മയായിട്ട് ലാലേട്ടൻ അത് അവര് എടുത്തതും അതിലുള്ള ആൾക്കാരും എല്ലാ അതിൻ്റെ ഉള്ള ഒരു ക്രെഡിറ്റ്സും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു സഡൻ ആയിട്ടാണ് വിജയ് യേശുദാസ് വീട്ടിനകത്ത് പോയപ്പോ എല്ലാവരും ഷോക്കായി, ആരും ഒന്നും മിണ്ടുന്നില്ല. പിന്നെ അങ്ങനെ വിജയ് യേശുദാസിന്റെ കൂടെയൊക്കെ ഇരുന്നു. പിന്നെ പുറത്ത് അഗൈൻ രഞ്ജിനി ഹരിദാസ് വാസ് ആങ്കറിങ്. സോ അവര് A10 എന്ന ഫോണ്ട്, ലാലേട്ടന്റെ ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ഒരു ഫോണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് പോയ വർഷത്തെ ബർത്ത്ഡേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ പറഞ്ഞതിൽ ഇപ്രാവശ്യം ഇതാണ് അവർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണേ എന്ന് പറഞ്ഞു. സോ അങ്ങനെ A10 ഫോണ്ട് ഇനി മുതൽ നമുക്ക് നമ്മുടെ വേർഡ് ഫയൽസിലും എല്ലാത്തിലും നമുക്ക് ഫോണ്ട് സെലക്ട് ചെയ്യുമ്പോൾ A10 അതാണ് A10 ഫോണ്ട് ഉണ്ട്. അത് ലാലേട്ടന്റെ ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ഫോണ്ട് ആണ് എന്ന് പറഞ്ഞു. അതിന്റെ ആപ്ലിക്കേഷൻസും എല്ലാം ഉണ്ട്. സോ വേണ്ടവർ ഇൻസ്റ്റാൾ ചെയ്യാം. ദെൻ നമ്മുടെ ക്ലബ് FM-ന്റെ ഹെഡ് ആൻഡ് ഏഷ്യനെറ്റ് മൂവീസിന്റെ ഹെഡും വന്നിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ടു ഇൻട്രൊഡ്യൂസ് ക്ലബ് FM-ന്റെ വഴി ഒരു ആനിമേറ്റഡ് ഒരു സ്റ്റോറി അവര് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണ എയ്ഡൻ. അവര് ഈ എന്താണ് ആൾക്കാർ ഈ നമ്മുടെ കോമണേഴ്സിന്റെ അടുത്ത് പോയി ചോദിച്ചപ്പോ എല്ലാവരും പറഞ്ഞ സ്റ്റോറീസ് എന്ന് വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റോറി ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു ട്രെയിലറും കൂടെ നമുക്ക് കാണിച്ചു തന്നു, ഈഡൻ ദ AI സ്പിരിറ്റ് എന്നുള്ള ഒരു ട്രെയിലർ. സോ ദാറ്റ് വാസ് നൈസ്. ലാലേട്ടനെ ഒരു മേജർ ആയിട്ട് ഒരാളായിട്ട് വെച്ചിട്ടാണ് അവരത് സ്ക്രിപ്റ്റ് അങ്ങനെ ആനിമേറ്റഡ് ഒരു സ്റ്റോറി ആയിട്ട് ഒരു 15 to 20 minutes സ്റ്റോറിയാണ്. സോ ക്ലബ് FM അതിന് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ കുറെ പുറത്തുള്ള ആൾക്കാരുടെ വിഷസും എല്ലാം ലാലേട്ടനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാലേട്ടന്റെ ബർത്ത്ഡേ ആയിട്ട് അവർ ഗംഭീരമാക്കി. കേക്ക് കട്ടിങ്സും ഗിഫ്റ്റ്സ് ആൻഡ് A10 ഫോണ്ട് ഈഡൻ എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ പുതിയ ഒരു സംഭവമാണ് ഈ A10 ഫോണ്ട് എന്നൊക്കെ പറയുന്നത്. ഈ വേൾഡ് വൈഡ് എവിടെയും ഇങ്ങനെ ഫോണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, which is the first thing happening in Malayalam. So നമ്മുടെ ഇൻഡസ്ട്രി ഇങ്ങനെ നല്ല ബൂമിംഗ് ആണെന്ന് തോന്നണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫോണ്ടും ഇതൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യില്ലല്ലോ. അപ്പോൾ നാളെ എലിമിനേഷൻ ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. സാറ്റർഡേ ആൻഡ് സൺഡേ എപ്പിസോഡ് നടക്കേണ്ടത്. ബർത്ത്ഡേ ആയതുകൊണ്ട് ഇന്ന് ട്യൂസ്ഡേ ആൻഡ് വെൻസ്ഡേ അങ്ങനെ നടക്കാനാണ് പ്ലാൻ. അപ്പോൾ ഇന്ന് എലിമിനേഷൻ ഉണ്ട് എന്നാണ് ലാലേട്ടൻ പറഞ്ഞിട്ട് പോയത്. ഉണ്ടാവുമോ, ഫാമിലി റൗണ്ടിനെ കുറിച്ചൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ എലിമിനേഷൻ ഉണ്ടാവണം, ഉണ്ടായാലല്ലേ ഒരു ഗെയിമിനും ഒരു ഇതുണ്ടാവുള്ളൂ. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. വൺസ് അഗൈൻ very happy birthday Laleta. Keep watching Big Boss Malayalam season 6 and Disney Plus Hotstar.